24 ചാനലിൽ രാഹുൽ മാങ്കുട്ടം ഒരു ലൈംഗിക അതിക്രമത്തെ കുറിച്ചുള്ള ഡിബേറ്റിൽ ഹനുമാൻ സേനയുമായി യാതൊരു ബന്ധമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രതിനിധിയും CPM പ്രതിനിധിയും 24-ൻ്റെ ചാനൽ അപ്ഡേറ്ററുമായി ചർച്ച നടത്തുമ്പോൾ വളരെ അപമാനകരമായ രീതിയിൽ ഹനുമാൻ സേനയെക്കുറിച്ച് അപകീർത്തി വരുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഈ രാഹുൽ മാങ്കുട്ടം ഒരു കാര്യവുമില്ലാത്ത വിഷയത്തിൽ അതിൻ്റെ വരിക്കിടയിലൂടെ ഹനുമാൻ സേന എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംഘടനയെ വളരെ തരം താഴ്ന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമെല്ലാം അതിശക്തമായ രീതിയിൽ ഇവിടുത്തെ ധാർമ്മികവും സാംസ്കാരികവും ദേശീയപരവുമായിട്ടുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇവിടെ അധാർമികവും അശാസ്ത്രീയവും ദേശവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ വരുമ്പോൾ ചുംബന സമരം തൊട്ട് ഇവിടെ തെരുവിൽ വനിതകൾ അഴിഞ്ഞാടിയ സമയത്ത് ഈ രാഹുൽ മാങ്കുട്ടവും അവൻ്റെ കോൺഗ്രസുമെല്ലാം മാളത്തിലൊഴിച്ചിരുന്ന സമയത്ത് ഇവിടെ തെരുവിലിറങ്ങി ചുംബന സമരം പോലുള്ള സമരം അടിച്ചൊതുക്കിയ പ്രസ്ഥാനമാണ് ഹനുമാൻ സേന. നൂറുകണക്കിന് സമരങ്ങൾ ഞങ്ങളിവിടെ തെരുവോരങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഹിന്ദുവിന് വേണ്ടി ബീഫ് ബസ് നടത്തിയപ്പോൾ ഫോർത്ത് ബസ് ആയാലും താലി പറിക്കൽ സമരം നടത്തുമ്പോൾ അതിനെതിരെയായും ശബരിമലയിൽ വനിതാ പ്രവേശനത്തിനെതിരെയുമെല്ലാം ചോര കൊടുത്ത് നിലനിർത്തുന്ന പ്രസ്ഥാനമാണ് ഹനുമാൻ സേന ഭാരത്. ഈ രാഹുൽ മാങ്കൂട്ടം ഒരു സംഘടനയെക്കുറിച്ച് അപവാദം പറയുമ്പോൾ, ആ സംഘടനയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ എന്താണ് സംഘടന എന്ന് മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ രാഷ്ട്രീയ കുതികാൽക്കെട്ടിനും ലൈംഗിക ചേഷ്ടകൾക്കൊന്നും നിൽക്കാത്ത ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ ഹനുമാൻ സ്വാമിയുടെ ദർശനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ധർമ്മരക്ഷയ്ക്കായി രാഷ്ട്ര നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹനുമാൻ സേന ഭാരത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ എന്തെങ്കിലും രീതിയിൽ വായക്ക് കോത തോന്നിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ പ്രസ്താവന അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഞങ്ങൾ നിയമപരമായിട്ട് നേരിടില്ല. അല്ലാതെ നേരിടാനുള്ള എല്ലാ സംവിധാനവും ഈ MLA ഓഫീസിൽ ഇരിക്കില്ല, നിന്റെ വീട്ടിൽ കിടന്നുറങ്ങില്ല എന്ന് ഹനുമാൻ സേന ഭാരതിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഭക്തവത്സരം വെല്ലുവിളിക്കുകയാണ്. കേസ് കൊടുത്തു. ഞങ്ങളതിന് തയ്യാറാണ്. എന്താണ് ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി? നിങ്ങളെ കോൺഗ്രസ് സമ്മേളനവും യോഗങ്ങളും വീടുകളിൽ കയറ്റാൻ പറ്റാത്ത രീതിയിൽ സ്ത്രീകളോടും അമ്മമാരോടും പെരുമാറുന്ന രീതിയിലാണോ ഹനുമാൻ സേനയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ? നിന്നെ പോലത്തെ ഒരു നെറികെട്ട രാഷ്ട്രീയ നേതാവിനോട് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറില്ല. അത് ഞങ്ങൾ കാണിച്ചു തരും. അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്, എൻ്റെ അടുത്ത് വന്ന വീഴ്ചയാണ് എന്ന് കേരള സമൂഹത്തോട് ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടില്ലെങ്കിൽ അന്നെ ഞങ്ങൾ കരിമ്പട്ടയിട്ടുകൊണ്ട് നിന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നിന്നെ സംരക്ഷിക്കാൻ നിന്റെ സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ ഇവിടുത്തെ സുധാകരനോ PD സതീശനോ രമേശനോ സാധിക്കില്ല എന്ന് ഹനുമാൻ സേന ചെയർമാൻ എന്ന നിലയ്ക്ക് ഭക്തവത്സരം വെല്ലുവിളിക്കുകയാണ്.